നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഊർജ്ജ പരിപാലനം എന്നുള്ള ടോപ്പിക്കാണ്. ന്യൂക്ലിയർ ഫിഷന്, ഫ്യൂഷന്, പിന്നെ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജം അല്ലാത്തവ, പിന്നെ ഹൈഡ്രോളിക് പവർ സ്റ്റേഷനുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഊർജ്ജ രൂപങ്ങൾ. പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയുള്ള വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം, പിന്നെ രാസോർജ്ജം, സൗരോർജ്ജം, ഇതൊക്കെ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ? ഈ ഊർജ്ജ രൂപങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പല ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നാണ് അല്ലേ? ഇന്ധനങ്ങൾ, സൂര്യന്, പവർ സ്റ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ഈ ഊർജ്ജ രൂപങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഇന്ധനം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ആദ്യമായിട്ട് മനുഷ്യനുണ്ടാക്കിയെടുത്ത ഊർജ്ജ രൂപം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? താപമായിരുന്നു അല്ലേ? താപം. പിന്നെ കാട്ടുതീ ഉണ്ടായപ്പോൾ താപം ഉണ്ട്. അതിനുശേഷമാണ് ഈ താപോർജ്ജം വിറക് ഉപയോഗിച്ച് വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യത്തെ ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യമായിട്ട് ഇന്ധനം എന്ന് പറഞ്ഞാൽ താപം അല്ലേ? തീ ഉപയോഗിച്ച് താപമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ധനങ്ങളെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കത്തുമ്പോൾ ധാരാളമായിട്ട് താപം പുറത്തുവിടുന്നതിനെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? കത്തുമ്പോൾ ധാരാളമായിട്ട് താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ധനങ്ങൾ പല രീതിയിലുണ്ട്, പല അവസ്ഥയിലുണ്ട് അല്ലേ? ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. ഖരം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ വിറക് അല്ലേ? വിറക് ഖര ഇന്ധനമാണ്. പിന്നെ ദ്രാവകം എന്ന് പറയുമ്പോൾ ഏതാണ്? മണ്ണെണ്ണ, പെട്രോൾ, അതൊക്കെ ദ്രാവക ഇന്ധനങ്ങളാണ്. വാതകമാണെങ്കിൽ ഏതാണ്? ബയോഗ്യാസ്, LPG, അങ്ങനെയുള്ളതൊക്കെയാണ് വാതക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ധനം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കത്തുമ്പോൾ ധാരാളമായിട്ട് താപം പുറത്തുവിടുന്നതിനെയാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണ ജ്വലനം നടക്കാൻ ആവശ്യമായ സവിശേഷതകൾ. അതായത് പൂർണ്ണ ജ്വലനം എന്ന് വെച്ചാൽ എന്താണ് പൂർണ്ണ ജ്വലനം? നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഊതാറുണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ കാറ്റ് കിട്ടാറുണ്ട്. എന്തിനാണിത്? അപ്പോൾ എന്ത് ചെയ്യും? കാറ്റ് കിട്ടുമ്പോൾ നന്നായിട്ട് തീ കത്തുന്നു. അപ്പോൾ ഇന്ധനങ്ങൾ കത്തണമെങ്കിൽ ജ്വലനത്തിന് ആവശ്യമായ ഒന്നാമത്തെ കാര്യം എന്താണ്? വായു വേണം അല്ലേ? ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ജ്വലനത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കണം. പിന്നെന്താണ്? ജ്വലനത്തിന് ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. പിന്നെന്താണ്? ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം അല്ലേ? നല്ല ഉണങ്ങിയ വിറക് വെച്ച് കത്തിക്കുമ്പോഴേ നമുക്ക് നന്നായിട്ട് തീ കത്തുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ജ്വലനത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ. ഇനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, പൂർണ്ണ ജ്വലനം ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണ ജ്വലനം എന്ന് വെച്ചാൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ താപോർജ്ജം കൂടുതൽ ലഭിക്കും. അതൊക്കെയാണ് പൂർണ്ണ ജ്വലനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു പൂർണ്ണ ജ്വലനം എന്നല്ലേ? അപ്പോൾ എന്തായിരിക്കും പൂർണ്ണ ജ്വലനം? അതുപോലെ തന്നെ ഭാഗിക ജ്വലനം എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ജ്വലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും അല്ലേ? കത്തുക എന്ന് വെച്ചാൽ ഓക്സിജനായിട്ട് പ്രവർത്തിക്കുക എന്നാണല്ലോ. അപ്പോൾ ഓക്സിജനായിട്ട് പ്രവർത്തിച്ച താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് പൂർണ്ണ ജ്വലനം എന്ന് പറഞ്ഞാൽ. എന്താണ്? ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം, പ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണ ജ്വലനമാണെന്ന് പറയാം. ഇനിയിപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഓക്സിജൻ ആവശ്യത്തിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ജ്വലനത്തിൻ്റെ തോത് കുറയും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡും കരിയും ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള ജ്വലനത്തിനെയാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയും. അവിടെ കൂടുതലായിട്ടും കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ് നമുക്കറിയാമല്ലോ, ഒത്തിരി പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പുകയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്താണ്? കാർബൺ മോണോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. പൂർണ്ണ ജ്വലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ നന്നായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവിയൊക്കെ ഉണ്ടാവുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറയുക എന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അപ്പോൾ പൂർണ്ണ ജ്വലനം എന്താണെന്ന്, ഭാഗിക ജ്വലനം എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ പറ്റിയാണ്. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിൽ രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്നവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തൊക്കെ പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ: കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ, അതൊക്കെയാണ്
ഫോസിൽ ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇവ നമ്മൾ ഉപയോഗിക്കും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പിന്നെയും പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവയെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതം നമ്മളിനി പറയുന്നുണ്ട്, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനത്തതാണ് എന്ത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കൽക്കരിയാണ് ഫോസിൽ ഇന്ധനങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത്. കൽക്കരിയിലെ പ്രധാന ഘടകം അറിയാം അല്ലേ, എന്താണ്? കാർബൺ ആണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ അളവ് പലതിനും പലതായിരിക്കും കൽക്കരിയിൽ തന്നെ. കാർബണിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൽക്കരിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള, ആന്ത്രസൈറ്റ്, അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ കാർബണിൻ്റെ അളവ് ഏറ്റവും കുറവുള്ളതാണ് പീറ്റ് എന്ന് പറയുന്നത്, പീറ്റ്. പിന്നെ കാർബൺ കൂടുതൽ അടങ്ങിയതാണ് ആന്ത്രസൈറ്റ്. അപ്പോൾ ഈ കൽക്കരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്തിട്ടാണ് നമുക്ക് അമോണിയ, കോൾ ഗ്യാസ്, കോക്ക്, കോൾട്ടാർ അങ്ങനെയുള്ളതൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കുക. ഫോസിൽ ഇന്ധനങ്ങളിൽ തന്നെ ഇതുപോലെ തന്നെ കൽക്കരിയൊക്കെ ഖരാവസ്ഥയാണ്. പിന്നെ ദ്രാവകാവസ്ഥയിലുള്ളതാണ് പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്നതാണ് പെട്രോൾ, മണ്ണെണ്ണ ഒക്കെ. പിന്നെ പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ ഏതാണ്? CNG, LNG അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് കൽക്കരിയാണ്. അതിൻ്റെ 4 ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അടുത്ത കൽക്കരി പോലെ തന്നെ അടുത്ത ഒരു ഫോസിൽ ഇന്ധനമാണ് LPG എന്ന് പറയുന്നത്. LPG നമ്മൾ സിലിണ്ടറൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ സിലിണ്ടറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. എങ്ങനെ? A24 അല്ലെങ്കിൽ C24 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ ആ സിലിണ്ടറിൻ്റെ കാലാവധിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം A എന്ന് പറയുന്നത് ABCD അങ്ങനെ 4 ലെറ്റർ ആയിരിക്കും കാണുന്നത്. A എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ്. അതുപോലെ B എന്ന് പറഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ ആ 3 മാസങ്ങളെയാണ് C സൂചിപ്പിക്കുന്നത്. C എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. പിന്നെ D എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ 3 മാസം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ABCD എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പം A24 എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ കാലാവധി ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2024 വരെ ആണെന്നാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ C24 എന്നാണെങ്കിൽ എന്തായിരിക്കും? C എന്ന് പറയുമ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2024. അപ്പോൾ കാലാവധിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ABCD എന്നാണ് 4 ലെറ്റർ വരുന്നത്. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്ന് പറയുമ്പോൾ അടുത്ത 3 മാസം, അങ്ങനെ. പിന്നെ LPGയുടെ ഒരു 3% അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും? മണം അനുഭവപ്പെടും. തീ പിടിക്കാനായിട്ട് ഒരു 2% മതി. 2% ഉണ്ടെങ്കിൽ തീ കത്തിപ്പെടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ LPGക്ക് എന്തെങ്കിലും മണം അനുഭവപ്പെട്ടാൽ എന്ത് ചെയ്യണം? വൈദ്യുത സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കൂടുതൽ എന്ത് ചെയ്യുന്നു? LPG ചോർച്ച ഉണ്ടായി കഴിയുമ്പം തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം എന്താവും? സിലിണ്ടർ അല്ലെങ്കിൽ ടാങ്ക് ചൂടാവുകയും ദ്രാവക LPG വാതകമായിട്ട് മാറുകയും ഉള്ളിലെ മർദ്ദം അധികമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വാതക LPGക്ക് വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. അങ്ങനെ വാതകമാകുമ്പോൾ ആ സിലിണ്ടർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കണ്ടെയ്നർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മർദ്ദം വർദ്ധിക്കുകയും അതെന്ത് ചെയ്യുന്നു? ഉഗ്രസ്ഫോടനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതിനെയാണ് ബ്ലെവി എന്ന് പറയുന്നത്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. അതാണ് ബ്ലെവി. ഓർത്തിരിക്കുക കേട്ടോ. ബ്ലെവി എന്ന് പറഞ്ഞാൽ എന്താണ്? വാതക സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പം മർദ്ദം വർദ്ധിച്ച് അത് ഉഗ്രസ്ഫോടനത്തിന് കാരണമാകുന്നതാണ് ബ്ലെവി. അപ്പോൾ അത്രയും കാര്യങ്ങൾ, കാലാവധി എങ്ങനെ കണ്ടുപിടിക്കുന്ന എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് CNG, LNG, LPG അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഈ CNGയും ഈ LNGയും എങ്ങനെ കിട്ടുന്നതാണ്? നമ്മൾ പ്രകൃതിവാതകത്തെ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് ഇത് രണ്ടും ലഭിക്കുന്നത്. അപ്പോൾ LPGയും LNGയും, LPG അല്ല CNGയും LNGയും. CNG എന്ന് വെച്ചാൽ എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമാണ്. ഇവിടെ രണ്ടിടത്തിൻ്റെയും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മീഥെയിനാണ്. മീഥെയിൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CNGയിലും LNGയിലും പ്രധാന ഘടകം മീഥെയിനാണ്. എവിടേക്കാണ് അവ ഉപയോഗിക്കാറ്? വാഹനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷനുകൾ, ഇന്ധനമായിട്ട്, വ്യവസായശാലകൾ അവയൊക്കെയാണ് അവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിവാതകത്തെ എന്താണ്? ദ്രവീകരിച്ച് സൗകര്യപ്രദമായിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഈ LNGക്കുള്ള പ്രാധാന്യം. ഓക്കെ. പിന്നെ അടുത്തതാണ് എന്താണ്? LPG എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. അതിന് പെട്രോളിയത്തെ അംശീക സേചനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഈ LPG എന്ന് പറയുന്നത്.
ഗാർഹിക LPGയിൽ വാതക ചോർച്ച അറിയാനായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു രാസവസ്തുവാണിത് ഈഥയിൽ മെർക്കാപ്റ്റർ. ഈഥയിൽ മെർക്കാപ്റ്റൻ ചേർക്കുന്നത് മണം നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ LPGയിലെ മുഖ്യ ഘടകം മീഥെയ്ൻ ആണോ? അല്ല, ബ്യൂട്ടൈൻ ആണ് കേട്ടോ, മാറിപ്പോകരുത്. CNGയിലും LNGയിലും പ്രധാന ഘടകം മീഥെയ്ൻ ആണ്, പക്ഷേ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്, ഓർക്കണം കേട്ടോ. അപ്പോൾ വാതക ചോർച്ച അറിയാനായിട്ട് അതിൽ ചേർക്കുന്നതാണ് എന്ത്? ഈഥയിൽ മെർക്കാപ്റ്റൻ. ഈഥയിൽ മെർക്കാപ്റ്റൻ, അത് ഓർത്തിരിക്കുക. ഫുൾ ഫോം ഓർത്തിരിക്കുക. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്? ബയോമാസ് എന്താണ്, ബയോഗ്യാസ് എന്താണ്? രണ്ടും രണ്ടാണ് അല്ലേ, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നാന്ന് തോന്നും. ബയോമാസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങളില്ലേ, അവശിഷ്ടങ്ങളിൽ നിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവശിഷ്ടങ്ങളെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. ഇവയുടെയൊക്കെ ജ്വലനം എന്ന് പറയുന്നത് ഭാഗിക ജ്വലനമായിരിക്കും. നമ്മുടെ ചാണകം, അതുപോലെ തന്നെ വിറക്, അവയൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നുമാണ്. അപ്പോൾ ഈ സസ്യാവശിഷ്ടങ്ങളെയാണ് അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങളെയാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്. ഇനി ഈ ബയോഗ്യാസ് എന്താണ്? ഈ ജൈവാവശിഷ്ടങ്ങൾ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ എന്ത് പറ്റും? ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഇതിൽ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു നല്ല വളമാണ് സ്ലറി എന്ന് പറയുന്നത്. സ്ലറി, ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ബയോമാസിനെ ബയോഗ്യാസ് ആയിട്ട് മാറ്റുമ്പോൾ കലോറിക മൂല്യം എന്ത് ചെയ്യുന്നു? കൂടുതൽ കൂടുന്നു. അങ്ങനെ ഉള്ള ഇന്ധനം ലഭിക്കുന്നു. തന്നെയല്ല, ഈ അന്തരീക്ഷ മലിനീകരണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞാൽ ജൈവാവശിഷ്ടങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് എന്ത്? ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക, ബയോഗ്യാസും ബയോമാസും. അപ്പോൾ ഈ ബയോഗ്യാസിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനത്തിന് കലോറിക മൂല്യം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണവും കുറവായിരിക്കും. ഇതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും. അത് ഓർത്തിരിക്കണം കേട്ടോ, മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു കണ്ടന്റാണ് കലോറിക മൂല്യം. എന്താണ് കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം. എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം. അതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ്? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം. യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇന്ധനങ്ങളുടെ കലോറിക മൂല്യം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. കണ്ടോ, ഹൈഡ്രജൻ്റെ എത്ര നോക്കിക്കുക, അതിൻ്റെ യൂണിറ്റ് കണ്ടോ? കിലോ ജൂൾ പെർ കിലോഗ്രാം. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ത്? ഹൈഡ്രജൻ്റേത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. കലോറിക മൂല്യം കൂടിയ ഇന്ധനം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ കലോറിക മൂല്യം എന്താണെന്ന് ഓർത്തിരിക്കുക. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവ്. യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം. യൂണിറ്റ് എന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് എന്ത്? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കാനും സ്ഫോടക സ്വഭാവം കൂടുതലായിരിക്കും ഹൈഡ്രജന്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വൈദ്യുതി നിർമ്മിക്കുന്ന സെല്ലാണ് ഇത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജനെ പറ്റി അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കലോറിക മൂല്യം കൂടുതലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കും, സ്ഫോടക സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഭരിക്കാനോ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് നിർമ്മിക്കുന്നതാണ് ഇത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഒരു നല്ല ഇന്ധനം എന്ന് പറഞ്ഞാൽ? എളുപ്പം ലഭ്യമാകണം അല്ലേ, എളുപ്പം ലഭ്യമാവണം, ചിലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, പിന്നെ കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം എങ്ങനെ കുറവായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം, പിന്നെന്താണ്? ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്. അപ്പോൾ എന്തൊക്കെയാ? എളുപ്പം ലഭ്യമായിരിക്കണം, ചിലവ് കുറവായിരിക്കണം, കലോറിക മൂല്യം കൂടുതലായിരിക്കണം, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവാൻ പാടില്ല, സംഭരിച്ചു വെക്കാൻ പര്യാപ്തമായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ കത്തുവാണെങ്കിൽ ബാഷ്പീകരിക്കാൻ പാടില്ല. അതൊക്കെയാണ് ഒരു നല്ല ഇന്ധനത്തിന് വേണ്ട ഗുണങ്ങൾ.
പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ഇന്ധനമാണ് ഇത് വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് അല്ലേ. എളുപ്പം മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വൈദ്യുതോർജ്ജമാണ് ഊർജ്ജ രൂപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ സ്റ്റേഷനുകളാണ്. എന്താ ഒരു പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പവർ സ്റ്റേഷനുണ്ട്. ഏതുണ്ട്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുണ്ട്, തെർമൽ പവർ സ്റ്റേഷനുണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷനുണ്ട്, അങ്ങനെ പലതരം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. ഇവിടെ എങ്ങനെ? ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കുന്നു, അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളാണ് ഇതൊക്കെ. പള്ളിവാസലാണ് ആദ്യത്തെ ഉണ്ടാക്കുന്നത് അല്ലെ, ജലവൈദ്യുതി നിന്ന്. അപ്പോൾ പള്ളിവാസൽ, മൂലമറ്റം, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് എക്സാമ്പിളാണ്. പിന്നെ കുറ്റ്യാടി ഒക്കെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ സ്ഥിതികോർജ്ജം അല്ലെ, കെട്ടിനിട്ടിരിക്കുന്ന ഒരു ജലത്തിന്റെ ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ആ സ്ഥിതികോർജ്ജത്തിനെ ഗതികോർജ്ജമാക്കി മാറ്റുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജ്ജമാക്കുന്നു. അപ്പോൾ ജനറേറ്ററാണ് യാന്ത്രികോർജ്ജത്തിനെ എന്താക്കി മാറ്റുന്നത്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. അപ്പോൾ അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഊർജ്ജ മാറ്റം ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് തെർമൽ പവർ സ്റ്റേഷൻ. എന്താണ് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലേ, ഫോസിൽ ഇന്ധനങ്ങൾ, കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ്, അങ്ങനെയുള്ള ഇന്ധനങ്ങൾ കത്തിച്ച് എന്ത് ചെയ്യുന്നു? ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റുന്നു. ഓക്കെ, കൽക്കരി, നാഫ്ത പോലെയുള്ള ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുള്ള നീരാവിയാക്കി മാറ്റുന്നു. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എവിടെയൊക്കെയാണ് അങ്ങനത്തെ തെർമൽ പവർ സ്റ്റേഷൻ ഉള്ളത്? നെയ്വേലി അല്ലെ, നെയ്വേലി, കായംകുളം, രാമകുണ്ടം, അവിടെയൊക്കെ എന്താണ്? തെർമൽ പവർ സ്റ്റേഷനുകളുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ രാസോർജത്തിനെ താപോർജ്ജമാക്കുന്നു. പിന്നെ മറ്റേതുപോലെ തന്നെ താപോർജ്ജം, യാന്ത്രികോർജ്ജം, പിന്നെ വൈദ്യുതോർജ്ജം. ഓക്കെ, അപ്പോൾ ഇവിടെ ഊർജ്ജമാറ്റം രാസോർജ്ജമാണ് കൽക്കരി, നാഫ്ത എന്നൊക്കെ പറയുന്നത്. അതിനെ എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റും. നീരാവിയില്ലേ, താപനിലയിലുള്ള നീരാവിയാക്കി മാറ്റും. അപ്പോൾ താപോർജ്ജം, പിന്നെ യാന്ത്രികോർജ്ജം, പിന്നെ വൈദ്യുതോർജ്ജം. അതാണ് എന്ത്? തെർമൽ പവർ സ്റ്റേഷൻ. എക്സാമ്പിൾ ഓർക്കണം കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തിന് ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. തെർമൽ പവർ സ്റ്റേഷനിൽ എങ്ങനെയായിരുന്നു? മറ്റേ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് അല്ലെ, നാഫ്ത, കൽക്കരി പോലെയുള്ള. ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തിന് ഉന്നത മർദ്ദത്തിലും താപനിലയിലുള്ള നീരാവിയാക്കുന്നു. ആ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് എക്സാമ്പിളാണ് നമ്മുടെ താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം, അതൊക്കെ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് എക്സാമ്പിളാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമാക്കുന്നു, പിന്നെ യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ, ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജമാണ്. നേരത്തെ പറഞ്ഞിടത്ത് എന്തായിരുന്നു? രാസോർജ്ജമായിരുന്നു. നാഫ്തയും കൽക്കരിയൊക്കെ എന്താണ്? രാസോർജ്ജം. ഇവിടെ രാസോർജ്ജമാണ്. ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമാക്കുന്നു, താപോർജ്ജത്തിന് എന്താക്കുന്നു? യാന്ത്രികോർജ്ജമാക്കുന്നു, അങ്ങനെ വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് എന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൊടുത്തത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷൻ തന്നെ ഞാൻ പറയാം. ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനത്തിന് നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളുണ്ട്. അവയാണെന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനത്തെ, ഈ ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ റിയാക്ടർ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഇത്? യുറേനിയം, സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഈ കാർബൈഡ് എന്തിനും ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്താണ്? ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം. ഇങ്ങനത്തെ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് എക്സാമ്പിളാണ്. ന്യൂക്ലിയർ റിയാക്ടർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കേട്ടോ, ന്യൂക്ലിയർ റിയാക്ടർ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ സൗരോർജ്ജത്തിൽ നിന്നും എന്തുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൗരോർജ്ജത്തിൽ നിന്നും അത് ഏതൊക്കെയാണ്? നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലേ. സൗരോർജ്ജത്തിൽ നിന്നും താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പാനൽ, അതൊക്കെ. സോളാർ കുക്കറിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. എങ്ങനെയാണ്? ഒരു ബോക്സിനകത്തൊരു കറുത്ത പെയിന്റ് അടിച്ചിട്ടുണ്ട് അല്ലേ. ബോക്സിന് ഗ്ലാസ് മൂടിയുണ്ട്, ഗ്ലാസ് മൂടി കൂടെ മൂടിയിരിക്കുകയാണ്. പിന്നെ ബോക്സിന് പുറത്തായിട്ടുണ്ട് ഒരു ദർപ്പണം വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സോളാർ കുക്കർ എന്ന് പറയുന്നത്. ഈ സോളാർ വാട്ടർ ഹീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ വീടുകളിലൊക്കെ അല്ലേ ഭക്ഷണം പാചകം ചെയ്യാനും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനും കുളിക്കാനൊക്കെ ആവശ്യമുള്ള വെള്ളം ചൂടാക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് സോളാർ ഉപയോഗിച്ച്, അതായത് സൂര്യനിൽ നിന്നുള്ള സൗരോർജ്ജത്തിൽ നിന്ന് താപം ഉണ്ടാക്കുന്നതാണ് സോളാർ കുക്കറും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററൊക്കെ. പിന്നെ ഏതാണ് നമുക്കറിയാവുന്ന സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ സൗരോർജ്ജം എന്തിനു ഉപയോഗിക്കുന്നത്? സൗരോർജ്ജത്തിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അവിടെ കോൺകേവ് റിഫ്ലക്ടറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് ഓർത്തിരിക്കേണ്ട, എന്താണെന്ന് മാത്രം ഓർത്തിരിക്കുക. സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തിന് നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അവിടെ ഈ സൗരോർജ്ജത്തിന് കോൺകേവ് റിഫ്ലക്ടർ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിൻ്റ് അടിച്ചതുമായ ജലം നിറച്ച പൈപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ജലം തിളച്ച്, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, സോളാർ സെല്ലിനെ പറ്റി ഒന്ന് പറയാം. സോളാർ സെല്ലെന്ന് വെച്ചാൽ എന്താണ്? സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ ഇതുപോലെ തന്നെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെല്ലെന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു PN സന്ധി ഡയോഡാണ്. PN എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ് എന്താണ് ഡയോഡ് എന്നൊക്കെയുള്ള കാര്യം. PN സന്ധി എന്ന് വെച്ചാൽ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിന് N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹം കാരണം എന്ത് ചെയ്യുന്നു? വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് പ്രവാഹം എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതി എന്ത് ചെയ്യുന്നു? ബാറ്ററിയിൽ സംഭരിച്ച് വെച്ചിട്ട് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സോളാർ സെല്ലെന്ന് പറയുന്നത്. പ്രകാശോർജ്ജത്തിന് വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ സോളാർ പാനൽ എന്ന് വെച്ചാൽ ഈ സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വോൾട്ടേജും കറണ്ടും മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ച് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോളാർ പാനൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതോർജ്ജത്തിന് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ സംഭരിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാനായിട്ടൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്? സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിന് അതിനൊക്കെ ആരാണ്? ഇപ്പോൾ ഈ സോളാർ പാനലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആയിരക്കണക്കിന് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വോൾട്ടായിക് പ്ലാന്റുകൾ ഇപ്പം നിലവിലുണ്ട്. പിന്നെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതുപോലെ തന്നെ സോളാർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ഊർജ്ജം നിർമ്മിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ്ജ പ്ലാന്റ് ഇതുപോലത്തിലുള്ളതാണ്. അപ്പോൾ സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വോൾട്ടേജേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനേകം സോളാർ സെല്ല് കൂട്ടി വെച്ചിട്ടുണ്ടാക്കുന്നതാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ സെല്ല് എന്താണ്, സോളാർ പാനൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരാം. സോളാർ തെർമൽ പ്ലാന്റ് എന്താണ്? അതുപോലെ തന്നെ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് ജലത്തിനെ നീരാവിയാക്കിയിട്ട് ആ നീരാവി എന്ത് ചെയ്യുന്നു? നീരാവി ഉപയോഗിച്ച് സ്റ്റീം ടർബൈന് കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇങ്ങനത്തെ ഈ തെർമൽ സോളാർ പ്ലാന്റ് 10 എണ്ണത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. സോളാർ തെർമൽ പവർ പ്ലാന്റ് ഏറ്റവും കൂടുതലുള്ള രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ 10 എണ്ണത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് സൗരോർജ്ജത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ പറ്റിയാണ് അല്ലേ? അതുപോലെ തന്നെ വൈദ്യുതി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അതുപോലെ തന്നെ വേറെ എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്? കാറ്റിൽ നിന്ന്, തിരമാലയിൽ നിന്ന്, വേലിയേറ്റത്തിൽ നിന്ന്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട് PSC. ഏതാണ്? ഡെൻമാർക്കാണ് കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത്. ഈ രാജ്യത്തെ വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാറ്റാടി പാടങ്ങളിലൂടെയാണ്. അപ്പോൾ കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യത്തിൽ 1ാം സ്ഥാനം ജർമ്മനിയാണ്. പക്ഷെ കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? ഡെൻമാർക്കാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനം ജർമ്മനിക്കാണ്. ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത്. ഓക്കെ. നമ്മുടെ രാജ്യത്തെ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ 45,000 മെഗാവോൾട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കാറ്റിൽ നിന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അവിടെ 380 മെഗാവോട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെയുണ്ട്? കേരളത്തിലാണെങ്കിൽ നമ്മുടെ രാമക്കൽമേട്, പിന്നെ കഞ്ചിക്കോട്, അവിടെയൊക്കെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഡെൻമാർക്കാണ്. ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ ജർമ്മനിയാണ്. ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. 380 മെഗാവാട്ട്. കേരളത്തിലാണെങ്കിൽ രാമക്കൽമേട്, പിന്നെ എവിടെയാണ്? കഞ്ചിക്കോടൊക്കെ അല്ലേ? രാമക്കൽമേട് ഇടുക്കി, കഞ്ചിക്കോട് പാലക്കാട്.
അപ്പോൾ ഈ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്ന് വെച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജമാണ് അല്ലേ. പിന്നെ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കാത്തതാണ്, നമുക്ക് എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഊർജ്ജ സ്രോതസ്സാണ് കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ആവർത്തന ചെലവുകൾ അധികം ആവശ്യമായിട്ട് വരുന്നില്ല അല്ലേ. പക്ഷേ പിന്നെ ചില പരിമിതികളുണ്ടെന്ന് മാത്രം. വർഷത്തിൽ കൂടുതൽ സമയം കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഭരണ സംവിധാനം വേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പരിമിതിയുണ്ട് ഇതിന്. കാറ്റ് കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ വളരെ ചിലവ് കുറവാണ്, ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ഓർത്തിരിക്കുക, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇനി അടുത്തതാണ് ഇത് കടലിൽ നിന്നല്ലേ. കടലിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും ജലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എടുക്കുന്നതാണ് ഏതൊക്കെ? വേലിയേറ്റോർജ്ജം, പിന്നെന്താണ്? സമുദ്രതാപം, തിരമാല. വേലിയേറ്റോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം അല്ലേ. അപ്പോൾ ഈ വേലിയേറ്റോർജ്ജം പ്രയോജനപ്പെടുത്തി എന്ത് ചെയ്യാം? വൈദ്യുതി നിർമ്മിക്കാൻ കഴിയും. അങ്ങനെയാണ് വേലിയേറ്റോർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരമാലകൾക്ക് നല്ല ശക്തിയാണ്. അപ്പോൾ തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിനെയാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് സമുദ്ര താപോർജ്ജം. അതായത് സമുദ്രത്തിൻ്റെ ഉപരിതലം പ്രകാശരശ്മികൾ ഉയർന്ന താപനിലയായിരിക്കും. ഉപരിതലത്തിലുള്ള സമുദ്രത്തിൻ്റെ പുറത്ത് ഉപരിതലത്തിൽ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് പോകുന്നതോറും താപനില കുറവായിരിക്കും. അപ്പോൾ ഈ താപനിലയിലെ വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം നിർമ്മിക്കുന്നവയാണ് തെർമൽ എനർജി, ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റ്. അതായത് സമുദ്ര താപോർജ്ജം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തായിരിക്കും? ഉയർന്ന താപനിലയും താഴേക്ക് പോകുന്നതോറും താപനില കുറവായിരിക്കും. അപ്പോൾ ഈ താപനിലയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി അല്ലെങ്കിൽ സമുദ്ര താപോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കടലിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഊർജ്ജം നിർമ്മിക്കുന്നതാണ്. വേലിയേറ്റോർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, സമുദ്ര താപോർജ്ജം എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണമാണ് ഇത് ജിയോ തെർമൽ എനർജി അല്ലേ. എന്താണ് ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസത്തിന് യോഗ്യമാണെങ്കിലും അകം എങ്ങനെയാണ്? എപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ് അല്ലേ. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തേക്ക് വരുന്നു. ഇത്തരം സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്നും താപം സ്വീകരിച്ച് നീരാവിയായിട്ട് മാറും. പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൂമിയുടെ പുറംഭാഗം നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് തണുത്താണെങ്കിലും ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ താഴെയുള്ള ഈ മാഗ്മ പുറത്തേക്ക് വരുന്നു. അത് ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെയുള്ള ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നീരാവിനെ പിന്നെ പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദനം. അതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കാറ്റിൽ നിന്ന് ഊർജ്ജം, പിന്നെ തിരമാല, കടൽ, വേലിയേറ്റം. കടലിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം കേട്ടോ. വേലിയേറ്റവും തിരമാലയും സമുദ്ര താപോർജ്ജവും കടലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ജിയോ തെർമൽ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജ്ജമുണ്ട് അല്ലേ. ന്യൂക്ലിയർ ഊർജ്ജം അത് 2 തരത്തിലുണ്ട്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. അത് നമുക്ക് എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നോക്കാം. ഫിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടിപ്പിക്കുകയാണ്. അതായത് ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചെറിയ ന്യൂക്ലിയസുകളുടെ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാതൃ ന്യൂക്ലിയസിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ വിഘടനത്തിൽ ദ്രവ്യനഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഫിഷൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന ദ്രവ്യോർജ്ജമായിട്ട് പരിണമിക്കുന്നു. ഐൻസ്റ്റീൻ്റെ നമ്മുടെ സമവാക്യമുണ്ട് E=mc² അല്ലേ. അതനുസരിച്ച് ഈ പരിവർത്തനം ചെയ്യപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവാണെങ്കിലും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ അനിയന്ത്രിതമായി ഫിഷൻ പ്രവർത്തനം വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് നമ്മുടെ ആറ്റം ബോംബിൻ്റെ പുറകിലുള്ള പ്രവർത്തനത്വം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരമാണ്. ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു?
ഊർജ്ജം, വളരെയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നിയന്ത്രിത ഫിഷനാണ് നമ്മൾ പറഞ്ഞത്. ഒരു അനിയന്ത്രിത ഫിഷനാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അത് ആറ്റം ബോംബിൽ ഉഗ്രസ്ഫോടനത്തിന് കാരണമാകുന്നു. അതാണ് ആറ്റം ബോംബിൻ്റെ പ്രവർത്തനത്വം. ജസ്റ്റ് ഒരു ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ, ഫിഷൻ്റെ പടം കൊടുത്തിരിക്കുന്നത്. അതായത് യുറേനിയം 235, യുറേനിയത്തിൻ്റെ ന്യൂക്ലിയസ് വേഗം കുറഞ്ഞ ന്യൂട്രോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, വിഘടിപ്പിക്കുകയാണ്. വിഘടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും പല പല കഷ്ണങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഊർജ്ജം കൂടിയവ, പിന്നെ എന്താണ് അത് ഈ വേഗം കുറഞ്ഞ ന്യൂട്രോണുകൾ ഈ വിഘടനത്തിൻ്റെ ഫലമായിട്ട് എന്താണ് ഊർജ്ജം കൂടിയ ന്യൂട്രോണുകളായിട്ട് മാറുന്നു. അപ്പോൾ അതിനെയാണ് ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ ആറ്റം ബോംബിൻ്റെ പ്രവർത്തനത്വം ന്യൂക്ലിയർ ഫിഷനാണ്. അത്ര ഓർത്തിരിക്കുക. ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്, ഊർജ്ജം കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ഇനി അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, കൂട്ടി യോജിപ്പിക്കുക. അതായത് ആറ്റോമിക് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് ആറ്റോമിക് ഭാരം കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഇതിന് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം എന്തായിട്ട് മാറ്റുന്നു, ഊർജ്ജമാക്കി മാറ്റുന്നു. ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് എവിടെയാണ്, സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ അല്ലേ. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ഊർജ്ജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായിട്ടാണ്. അവിടെ ഇവിടെ ഹൈഡ്രജന്റെ തന്മാത്രകൾ കൂടിച്ചേർന്ന് ഹീലിയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണം. ഹൈഡ്രജൻ ബോംബ് എന്തുപയോഗിച്ചിട്ടാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നിയന്ത്രിത രീതിയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഊർജ്ജം നിർമ്മിക്കാനായിട്ട് ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് ഭാരം കൂടിയതാക്കി മാറ്റുന്നതാണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ആറ്റം ബോംബ് എന്തായിരുന്നു, ന്യൂക്ലിയർ ഫിഷൻ, വിഘടിപ്പിക്കുന്നത്. പിന്നെ സൂര്യനിലൊക്കെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തത്, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയായിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ചിട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. അത് രണ്ടും ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജ്ജങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന തത്വം ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആണവ മലിനീകരണം എന്ന് പറയുന്നത്. എന്താ സംഭവം, അതായത് വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വികിരണങ്ങളോ അവയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുന്നത് മലിനീകരണത്തിന് കാരണമാണ്. അതിനെയാണ് ആണവ മലിനീകരണം എന്ന് പറയുന്നത്. ഈ മലിന വസ്തുക്കളുടെ ആണവ വിഘടനം അപകടകരമായ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത്, ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ ഉണ്ടാകുന്നു. ഇവയുടെ മലിനീകരണ വസ്തുവിന്റെ സാന്ദ്രത, പുറപ്പെടുന്ന വികിരണത്തിന്റെ തരം, അവയൊക്കെ ശരീര അവയവങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, മലിനീകരണത്തിന്റെ സാമീപ്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് ആണവ മലിനീകരണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ലേ. ഈ അതുപോലെ തന്നെ ആണവ ദുരന്തം ഉണ്ടല്ലേ. ആണവ ദുരന്തം നമുക്ക് എങ്ങനെയൊക്കെ നേരിടാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നേരിടാൻ പറ്റുന്ന, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക അല്ലേ. പിന്നെന്താണ്, അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, ആണവ വികിരണ ജാഗ്രത ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക, പിന്നെ ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ ജനസാന്ദ്രത കുറയ്ക്കുക. അതൊക്കെ നമുക്ക് ഇതിൽ നിന്നും മുൻകരുതലെടുക്കാൻ പറ്റുന്നതാണ്. ആണവ വികിരണത്തെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുന്ന ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു യെല്ലോയിൽ പിന്നെ ബ്ലാക്ക് കളറിലെ ഒരു ഇതുപോലത്തത്. പിന്നെ പൊട്ടാസ്യം അയോഡൈഡ് ഗുളികകൾ കഴിക്കാം. അയോഡിൻ ധാരാളം അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നത് എന്ത് ചെയ്യാം, ദുരന്തങ്ങൾക്കുള്ള മുൻകരുതലുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആണവ മലിനീകരണം എന്താണെന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്തൊക്കെ ദുരന്തങ്ങളിൽ നിന്ന് നേരിടാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എപ്പോഴും PSC ചോദിക്കുന്നതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിൻ്റെ മറ്റൊരു പേരാണ് റിന്യൂവബിൾ എനർജി. നമുക്കിനി അതിനെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. മറ്റൊരു പേരാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ ഗ്രീൻ എനർജി, ഹരിതോർജ്ജം, ക്ലീൻ എനർജി എന്നൊക്കെ പറയും. അപ്പം പരിസ്ഥിതിക്ക് മലിനീകരണം ഒന്നും ഉണ്ടാക്കുന്നില്ല. എക്സാമ്പിൾ ഏതൊക്കെയാണ്, സൂര്യപ്രകാശം, കാറ്റ്, മഴ, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ വേലിയേറ്റം, ജിയോ തെർമൽ, അതൊക്കെ എന്തിനാ എക്സാമ്പിളാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രകൃതിക്ക് ദോഷകരമല്ല, പരിസര മലിനീകരണം ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനി അടുത്ത എന്താണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്, അല്ലെങ്കിൽ അതിനെ ബ്രൗൺ എനർജി എന്ന് പറയുന്നു. അവ എന്താണ്, അവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏതൊക്കെയാണ്, നമ്മുടെ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം, അവയൊക്കെ പ്രകൃതിക്ക് ദോഷകരമാണ്, ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അവ തീർന്നു പോയിക്കൊണ്ടിരിക്കുക, ഇനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല.
അപ്പോൾ അതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയും ചോദിക്കാറുണ്ട്. നോൺ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ബ്രൗൺ എനർജി, അതൊക്കെ ഒറ്റ ഒരെണ്ണമാണെന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിളും പഠിക്കണം കേട്ടോ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കാറ്റ്, സൂര്യപ്രകാശം, വേലിയേറ്റം, അങ്ങനെയുള്ളത്. ഇനി അടുത്തത് എന്താണ് ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്? അതായത് ഊർജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവിനെയാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതനുസരിച്ചുള്ള ഊർജം കിട്ടുന്നുമില്ല. അപ്പോൾ അതിനെയാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പ്രധാനപ്പെട്ടതാണ് ഊർജ നഷ്ടം. എങ്ങനെയാണ്? ജലനഷ്ടം വഴിയും ഊർജ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ ജലം ഒരു ടാപ്പിൽ നിന്ന് പാഴായാൽ മിനിറ്റിൽ 60 മില്ലി ലിറ്റർ, മണിക്കൂറാകുമ്പോഴോ അത് 3600 മില്ലി ലിറ്റർ, ഒരു ദിവസം ആകുമ്പോഴോ 86.4 ലിറ്റർ. അപ്പോൾ എങ്കിലും ഒരു മാസത്തെ ജലനഷ്ടം എത്ര ആയിരിക്കും അല്ലേ? അപ്പോൾ അതാ പറയുന്നത് നമ്മൾ ജലനഷ്ടം വഴിയും ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് എന്താണ് LDR? LDR എന്ന് വെച്ചാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ആണ്. എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് എന്തെന്ന് പറയുന്നത്? LDR എന്ന് പറയുന്നത്. ഇവിടെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെടുത്തുന്നു. ഇരുട്ടായിരിക്കുമ്പോൾ പ്രതിരോധം വളരെ കൂടുതലും പ്രകാശമായിരിക്കുമ്പോൾ പ്രതിരോധം വളരെ കുറവായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തി തെരുവ് വിളക്കുകളിലൊക്കെ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിപ്പിച്ച് വളരെയധികം ഊർജം ലഭിക്കാനും LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോൾ LDR എന്താണെന്ന് ഓർത്തിരിക്കുക. ഊർജ്ജ പ്രതിസന്ധി കുറയ്ക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് LDR. ഫുൾ ഫോം ഓർത്തിരിക്കുക. നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഊർജ്ജ പ്രതിസന്ധി ലഘൂകരിക്കാൻ പറ്റുമെന്നാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഊർജ്ജം യുക്തിസഹമായി ഉപയോഗിക്കുക, സൗരോർജ്ജം കൂടുതൽ പ്രയോജനപ്പെടുത്തുക, നമ്മൾ ജലം വഴി ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ പാഴായി പോകുന്ന അളവ് കുറയ്ക്കുക. പിന്നെന്താണ്? പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക. സ്വന്തമായിട്ടുള്ള വാഹനങ്ങളൊക്കെ കുറയ്ക്കാനാണ് പറയുന്നത്. പിന്നെ വീടുകളും സ്ഥാപനങ്ങളിലും ഒക്കെ മോടി പിടിപ്പിക്കുന്നതിനും പുതിയതായി നിർമ്മിക്കുന്നതിനുള്ള ഊർജ്ജ സംരക്ഷണ കാഴ്ചപ്പാടാണ്. വെറുതെ നമ്മൾ ഊർജ്ജം നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. പിന്നെ തെരുവ് വിളക്കുകൾക്കൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ LDR ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ഉപയോഗിക്കുക. പിന്നെന്താണ്? യന്ത്രങ്ങളൊക്കെ യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുക. പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ പരിമിത വലിപ്പം കുറച്ച് നിർമ്മിക്കുക. പിന്നെ യന്ത്രക്ഷമത കൂടിയത് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പാക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. ന്യൂക്ലിയർ ഫിഷൻ്റെ 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോ ഹാനാണ്. ആരാണ്? ഓട്ടോ ഹാനാണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത്. അപ്പോൾ ഫിഷൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആറ്റം ബോംബ് അല്ലേ? അപ്പോൾ ആറ്റം ബോംബിൻ്റെ പ്രവർത്തനത്വം കണ്ടെത്തിയത് റോബർട്ട് ഓപ്പൺ ഹെയ്മറാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഏതാണ്? ഓട്ടോ ഹാനും. ആറ്റം ബോംബ് കണ്ടെത്തിയത് റോബർട്ട് ഓപ്പൺ ഹെയ്മർ. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ഹാൻസ് ബെത്താണ്. ഹാൻസ് ബെത്തും ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണം അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോ ഹാനും, ആറ്റം ബോംബ് റോബർട്ട് ഓപ്പൺ ഹെയ്മർ, ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് അതാണ് ഹാൻസ് ബെത്തും, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് എഡ്വേർഡ് ടെല്ലറുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.